ये क्या है? What is this, Mr. David? सर, पुलिस एसोसिएशन की तरफ से एक अर्जी है। हमारी मांग है कि चंद्र कुमार की मृत्यु का जांच एक जज से करवाए और कार्लोस को गिरफ्तार करे। अन्वेषिക്കാമെന്ന് പറഞ്ഞേക്കൂ. Definitely within 24 hours we will take necessary action and the guilty will be punished. Thank you, sir. चलो. എവിടെ ഇവിടെ? അതെ ശരി. ഇത് പണ്ട് സീസർ വിളിച്ചതുപോലെയാ. യു ടു ബ്രൂട്ടസ്. അതല്ല. എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. അസോസിയേഷന്റെ ഖജാൻജിയാ ഞാൻ. എന്തെങ്കിലും ചെയ്യണം സർ. മുഖം രക്ഷിക്കാൻ വേറെ മാർഗമില്ല. നിൽക്ക കളിക്കും വേറെ മാർഗമില്ല. പുളുത്തി കളിച്ച് കളിച്ച് തമ്പുരാന്റെ മർമ്മത്തോട്ടാ കളി. ആഹാ, അത് കൊള്ളാം. നിങ്ങളുടെയൊക്കെ മോന്ത രക്ഷിക്കാനും കസേര സൂക്ഷിക്കാനും എന്നെ കിട്ടിയുള്ളോ. എന്നെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്താൽ തന്റെ മൊത്തങ്ങോ മോന്തി അങ്ങോട്ട് ഭംഗിയാവും. അയ്യടാ, അതേ പള്ളി പറഞ്ഞാ മതി. ഏത് പള്ളി പറയണം? ഭരണങ്ങാനത്ത് പള്ളി പറഞ്ഞാ മതി. പെരുന്നാളിന്. മനസ്സിലായോ? അല്ല കാർലോസേ, താനൊന്നും പറയണ്ടോ. എടോ, പരിചയമുള്ള പോലീസുകാര് രണ്ടിടി കൂടുതലിടിക്കും. അത് നാട്ടുകാർക്കൊക്കെ അറിയുകയും ചെയ്യാം. ഇങ്ങനെ നന്ദിയില്ലാത്തൊരു വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. കാർലോസേ, നമ്മൾ മൂന്നുപേരും ഒന്നായിട്ട് വന്നു, ഒന്നായി വളർന്നു, ഒന്നായി നിലനിൽക്കണം. അയ്യോ, പഴയ കഥയാ. ഫ്ലാഷ് ബാക്കിന് പോകാതെ ബോറടിക്കും. പുതിയതായിട്ട് വല്ലതും പറയാനുണ്ടോ? പുതിയ കാര്യം തന്നെയാ പറയുന്നത്. നമ്മുടെ സുഹൃത്ത് ബന്ധമാണ് ഇന്ന് എനിക്കും ഇയാൾക്കും തനിക്കും എല്ലാം ഉപദ്രവം. ഓഹോ, അത് ശരി. നമ്മൾ നല്ല സുഹൃത്തുക്കളല്ല, ശത്രുക്കളാണെന്നെങ്കിലും ഭാവിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നല്ലേ താൻ പറഞ്ഞു വരുന്നത്? താൻ ഭാവിച്ചോ? അതിന് എന്നെ എന്തിനാണോ അകത്തിടുന്നത്? അതല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. താൻ ഭാവിക്കടോ. കാർലോസേ, താൻ ചൂടാവാതെ. തന്നെ ഇയാളൊന്ന് അറസ്റ്റ് ചെയ്യും, ഒരൊറ്റ ദിവസം. അല്ലെങ്കിൽ വേണ്ട, ഒരു 5-6 മണിക്കൂർ. ഇത് നല്ല ഏർപ്പാട്. എന്റെ പേരിൽ എന്നതാ കുറ്റം? ഞാൻ കള്ളക്കടത്ത് നടത്തിയോ? അതോ ഞാൻ വല്ലവരും കൊന്നോ? ഇല്ലല്ലോ, തെളിവൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ ഞാൻ ചെയ്തു എന്നും പറഞ്ഞ് ഞാൻ അകത്ത് പോകണം നിങ്ങളെ രക്ഷിക്കാൻ. കൊള്ളാം കൊള്ളാം മേനോനെ. തമ്പ്രാന്റെ ചോറിങ് തന്നേരെ. അടിയന്റെ വിശക്കാതിരിക്കാനുള്ള മരുന്നുണ്ട്, ആ തമ്പ്രാൻ കഴിച്ചോ എന്ന് പണ്ടൊരുത്തം പറഞ്ഞ പോലെയായി. നേരമങ്ങ് വെളുത്ത തന്റെ വക്കീല് വന്ന ആ നിമിഷം ജാമ്യം തരും. തന്നില്ലെങ്കിലോ? അത് തരാതിരിക്കുവോ? ഇരിക്കുമല്ലോ. എന്താ ഞങ്ങളെ വിശ്വാസമില്ലേ തനിക്ക്? ഇല്ലല്ലോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം ഇല്ലല്ലോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ളത് കൊണ്ട് നമ്മളിങ്ങനെ നിന്നു പോകുന്നതാ. എന്നെ പിടിച്ചകത്തിട്ടിട്ട് നിങ്ങൾ എന്നെ വിട്ടില്ലെങ്കിലോ? ഉള്ളതും ഇല്ലാത്തതുമായ ചാർജ് മുഴുവൻ എൻ്റെ പേര് ചെയ്താലോ? ജാമ്യം തരാതെയും കൊഫോ പൊസായും ഗിഫോ പൊസായും ഒക്കെ വെച്ച് എന്നെ പിടിച്ചകത്തിട്ട് എൻ്റെ പിള്ളേരെയും തല്ലിച്ചതച്ച് എന്നെ നാനാവിധമാക്കിയാൽ ഞാൻ എന്തോ ചെയ്യും. അതൊന്നും ചെയ്യാൻ നിങ്ങൾ മടിക്കത്തില്ല. സ്നേഹമൊക്കെ സ്നേഹം. താനിപ്പോ പറഞ്ഞല്ലോ മോന്ത് രക്ഷിക്കുന്ന കാര്യം. അതിനു വേണ്ടി താനൊക്കെ ഇതും ഇതിനപ്പുറവും ചെയ്യും. ഇല്ല കാർലോസ്, എന്നെ വിശ്വാസമില്ലേ? പ്ലീസ്. ഇല്ല, എനിക്കൊരുത്തനെയും വിശ്വാസമില്ല. പക്ഷെ നിങ്ങൾ എന്നെ വിടും, അതെനിക്കറിയാം. അങ്ങനെ ചിരിക്കാതെ. തന്നെയൊന്നും വിശ്വാസമുള്ളതുകൊണ്ടല്ല. വിട്ടില്ലെങ്കിലേ പ്രശ്നവാ. വാ. ഞാൻ എന്താ മനസ്സിൽ കണ്ടതെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായിക്കാം. 72 ഇലക്ഷന് 25 ലക്ഷം രൂപ കാർലോസ് സംഭാവന വന്നപ്പോ KG മേനോന്റെ പ്രകടനം. തങ്കപ്പ. ഇലക്ഷനൊക്കെ ജയിച്ച് താൻ അണക്കെട്ട് മന്ത്രി ആയപ്പോ ലോഡ് കണക്കിന് സിമന്റ് നമ്മൾ 3 പേരും കൂടെ അങ്ങനെ വിഴുങ്ങി ചാപ്പിട്ടോണ്ടിരിക്കുന്ന രംഗം. തങ്കപ്പ. തന്നെ സസ്പെൻഡ് ചെയ്ത പാവം പിടിച്ചൊരു DSPയെ കുത്തിക്കൊന്ന ഡേവിഡ്. താനൊന്ന് വെറും സർക്കിളാ സമിച്ച. ഇനിയും ഒരുപാടെണ്ണമുണ്ട്. 70 ഇപ്പുറത്തേക്കുള്ളതാണ് നമ്മളിപ്പോ കണ്ടത്. അത് തന്നെ ഇനിയും ധാരാളമുണ്ട്. 70 പുറകോട്ട് നമ്മൾ പോയാൽ നമ്മൾ നിൽക്കുന്നത് ചേരിയിലായിരിക്കും. അന്ന് നമ്മൾ 3 പേരും കൂടി പ്ലാൻ ചെയ്ത് വർഗീയലകളെ ഉണ്ടാക്കി ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിച്ച് അവരെ അവിടെ നിന്ന് ഓടിച്ച് അവിടെ ഫ്ലാറ്റ് കെറ്റി നമ്മൾ വിറ്റു. അതിൻ്റെയും തെളിവുണ്ട്. എന്നെ അകത്തിട്ടിട്ട് പുറത്ത് വിട്ടില്ലെങ്കിലേ ഇതൊക്കെ ഇവിടുത്തെ കരപ്രമാണിമാര് കാണും, മുകളിലിരിക്കുന്ന പ്രമാണിമാരും കാണും. ഓർമ്മയുണ്ടല്ലോ? തങ്കപ്പ. വിളിക്കടാ സ്വാമിയെ.
വിലങ്ങ് വെക്കണമെങ്കിൽ വെച്ചോ. വേണ്ട, അതിന്റെ ആവശ്യമില്ല. ആ വെക്കുന്നേ, വെച്ചോളൂ, ഒരു ഭംഗിയല്ലേ. തങ്കപ്പോ നമ്മുടെ വിലങ്ങുലിരിപ്പുണ്ടോ? ഉണ്ട്. ഒരെണ്ണം ഇങ്ങടുത്തേ. ആ പിന്നെ എന്റെ പേരുള്ള ചാർജ് ഷീറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് തന്നേ. ഇതേ അവിടെ വെച്ചാ മതി. സ്വാമി എഴുതി തരും. സ്വാമിയെ ഏത് പൊന്നുമോനും പുല്ലുപോലെ ജാമ്യം തരുന്ന പോയിന്റ്സ് ഒക്കെ വെച്ച് ഒന്ന് എഴുതി ഈ സാരയിലോട്ടൊന്ന് കൊടുത്തേ. യെസ്, കം ഇൻ. കാർലോസിന് ജാമ്യം കൊടുത്തോ? കൊടുത്തു. ചേരിനിവാസികളും തുറമുഖ തൊഴിലാളികളും ഒക്കെ വലിയ സ്വീകരണമായിട്ടാ കൊണ്ടുപോയത്. വൈകിട്ട് ഏതോ മീറ്റിംഗിന് പ്രസംഗം കൊണ്ടുപോലും. എന്താ എന്നോട് വരാൻ പറഞ്ഞത്? എന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് ചില ഊഹമൊക്കെ ഉണ്ട്. കാർലോസ്? അതെ, അയാൾ പഴയ പോലെ അല്ല ഡേവിഡെ. അയാൾ മേലാളിനും നമ്മളൊക്കെ കുടിയാന്മാരുമാണെന്നുള്ള മട്ടിലാണ് പെരുമാറ്റം. അങ്ങനെ ധരിക്കുന്നതിലും തെറ്റില്ലല്ലോ. ഇവിടുത്തെ രാഷ്ട്രീയവും ഈ കുപ്പായൊക്കെ ഒരു ദിവസം താങ്ങി നിർത്തുന്നു അവന്റെ പണമല്ലേ? 15 വയസ്സുള്ള എന്റെ മൂത്തവൻ കഴിക്കുന്നത് സ്കോച്ചാണ്. ചിലപ്പം ഇതൊക്കെ ഇട്ടെറിഞ്ഞ് പോകാൻ തോന്നും. ദുസ്വപ്നങ്ങൾ കണ്ടിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. ഇപ്പോ ഒരു മിത്രമാ പിശാചിന്റെ രൂപത്തിൽ സ്വപ്നത്തിൽ വരുന്നത്. കാരണം ഈ സുഖങ്ങളൊന്നും വിടാൻ എനിക്കും നിങ്ങൾക്കും താല്പര്യമില്ല. ഇല്ല, ഇത് തുടർന്നും അനുഭവിക്കണമെങ്കിൽ മാർഗം ഒന്നേ ഉള്ളൂ. കാർലോസിനെ ഒതുക്കണം. നിയമത്തിന്റെ മുന്നിലേക്ക് കാർലോസിനെ കൊണ്ടുവന്നാൽ അതിന്റെ റിയാക്ഷൻ ആദ്യം അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളായിരിക്കും. ഒന്നുകിൽ അവന്റെ ആൾക്കാരുടെ പിച്ചാത്തിപ്പിടി, അല്ലെങ്കിൽ അവൻ തൂങ്ങുന്നതിന് മുമ്പ് സർക്കാരിന്റെ കാര്യത്തിൽ നമ്മൾ തൂങ്ങും. നിത്യവും വൈകിട്ട് ഞാൻ വായിച്ചില്ലെങ്കിലും വീട്ടിൽ അവൾ വായിക്കുന്നത് കേൾക്കാറുണ്ട്. ബൈബിൾ. ഗോലിയാത്തിനെ വീഴ്ത്തിയത് ഒരു ദാവീദാണ്. അതെ, കാർലോസിന് തുല്യനായ ഒരു അണ്ടർവേൾഡ് കിങ് ഇന്ന് വിടില്ല. ഉണ്ടായിരുന്നു ജബാർ പട്ടേലും യൂസഫ് ഖാൻ. നമ്മുടെ സഹായത്തോടെ കാർലോസ് തന്നെ അവരെ ഒതുക്കി വെച്ചിരിക്കുകയാണല്ലോ. ഇന്ന് അവർ നടത്തുന്ന ചെറിയ ചെറിയ ആക്ഷൻസ് പോലും കാർലോസിന്റെ ഭിക്ഷയാണ്. അയാളെ ഒതുക്കാൻ പുതിയ ഒരുത്തൻ വളർന്നു വരേണ്ടിയിരിക്കുന്നു. പറയൂ, ആരാ ഇവൻ? കണ്ണൻ നായർ. കണ്ണൻ നായർ. ജാതി ചോദിക്കുന്നില്ല ഞാൻ. ഇവന്റെ കയ്യിലിരിപ്പ് എന്താ? അത്ര പന്തിയല്ല. അതാണല്ലോ അകത്തു പോയത്. ഓഹോ, ജയിലിലാണോ? ആ, സബ് ജയിലിൽ. ബയോഡേറ്റ അത്ര സുഖമുള്ളതല്ല സർക്കാരിന്റെ കണ്ണിൽ. വയസ്സ് 27. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ബോംബെ. മലയാളി. വിദ്യാഭ്യാസം 5ാം ക്ലാസ്സും ഗുസ്തിയും. ഓ, അതിൽ ഈ ഗുസ്തിയാണ് നമുക്ക് ആവശ്യം. അതിന് കുറെ സബ് ഡിവിഷൻസ് ഉണ്ട്. നല്ലൊരു ഡീസൽ എഞ്ചിൻ മെക്കാനിക് കൂടിയാ കക്ഷി. പക്ഷേ പ്രധാന ജോലി സിനിമയിലാ. സിനിമയിലാണെന്ന് പറഞ്ഞ? ആ, ഡ്യൂക്ക്. സിനിമ ഡ്യൂക്ക്. ജീപ്പ് ജമ്പിങ്, കാർ ചേസിംഗ്, 10ാം നിലയിൽ നിന്ന് കീഴോട്ട് ചാട്ടം. ഓഹോ. യൂസഫ് ഖാന്റെ ഗ്യാങ് ഇവനെ മുതലാക്കാറുണ്ടായിരുന്നു. കുഴപ്പം പിടിച്ച സ്മഗിൾഡ് ഗുഡ്സിന്റെ മൂവ്മെന്റ്സ് ഇവനാ നടത്താറ്. വെറും ദിവസക്കൂലിക്ക്. ഡെയർ ഡെവിൾ ഡ്രൈവിംഗ് അല്ലേ. പോലീസിന്റെ കയ്യിൽ ഇവനെ കിട്ടാറേയില്ല. പക്ഷെ ഒരിക്കൽ കിട്ടി. അതാണിപ്പോ അകത്ത്. വെറും നിർഭാഗ്യം, കാറിന്റെ ടയർ വെടിതീർന്നു പോയി. നാളെ അവന്റെ വിധി പറയുന്നത്. മിനിമം 2 വർഷത്തേക്ക് ശിക്ഷിക്കും. എവിഡൻസ് എല്ലാം അവനെതിരാ. പ്രോപ്പർ അഡ്വക്കേറ്റ്സും ഉണ്ടായിരുന്നില്ല. ദിവസക്കൂലിക്കാരന് വേണ്ടി യൂസഫ് ഖാൻ റിസ്ക് എടുക്കില്ലല്ലോ. ആ മജിസ്ട്രേറ്റിനോടൊന്ന് വിളിച്ചു പറഞ്ഞാൽ. കാർലോസിനെതിരായിട്ട് ഇവൻ മതിയാവോ? എനിക്ക് സംശയമാണ്. എനിക്ക് സംശയമില്ല. മര്യാദയ്ക്ക് വണ്ടിപ്പണി ചെയ്ത് നടന്ന എന്റെ കണ്ണേട്ടനെ ഈ കോലത്തിലാക്കിയത് നിങ്ങളൊക്കെ കൂടിയാ. നീ ഒരുത്തനാ? അതെ, അപ്പുവിന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതല്ലേ, ക്ഷമിച്ചേടാ. കുട്ടിനെയും കൂടി ചേർത്തേ ഞാൻ പറഞ്ഞത്. ആ, കരയാതെ മോളെ. വലിയ ശിക്ഷയൊന്നും കാണത്തില്ല. കൂടിയാ 1 വർഷം. അത് കഴിഞ്ഞ് അവനിക്ക് വരും. അയ്യോ, 1 വർഷോ? അപ്പൊ അതും കഴിഞ്ഞേ ഉള്ളൂ ഞങ്ങളുടെ കല്യാണം. പരോളിൽ ഇറങ്ങുമ്പോ വേണേ കേട്ടാം. ആ നേരാ, ഇപ്പൊ അതിനും വകുപ്പുണ്ട്. ബക്കോസ് ബങ്കറോ ജെസ്റ്റാ വരെ. कन्नन नायर हाजिर हो. कन्नन नायर हाजिर हो. कन्नन नायर हाजिर हो. കണ്ണേട്ടാ, ഇരിക്കുമോളെ. ऑर्डर ऑर्डर.
कन्नन नायर, फैसला सुनाने से पहले तुम्हें कुछ कहना है? जज साहब, मुझ पर दया कीजिए। मैं एक सीधा साधा आदमी हूँ, अच्छा आदमी हूँ, डीजल इंजन का मैकेनिक हूँ। कभी कभी हिंदी फिल्म का स्टंट डायरेक्टर मेरे पास आता है और मुझे हीरो का ड्यूब बनने को कहता है। सब मुझे एक भला इंसान मानते हैं साहब, मेरा आदर करता है साहब। जज साहब, अगर आपको यकीन नहीं है तो अमिताभ जी से पूछ लीजिए और अनिल कपूर से पूछ लीजिए और धर्म जी से पूछ लीजिए। नहीं जानते? धर्मेंद्र जी, हमारा धर्मेंद्र, इनसे पूछ लीजिए। सर, ഞാൻ നിരപരാധിയാണ് സർ, ഞാൻ പാവമാണ് സർ, എന്നെ വെറുതെ വിടണം। सरकारी वकील की जिरा और गवाहों के बयानात सुनने के बाद अदालत इस नतीजे पर पहुंची है कि कन्नन नायर बेकसूर है। इसलिए ये अदालत कन्नन नायर को बाइज्जत बरी करती है। क्या हुआ? കുടിക്കാൻ കുറച്ച് വെള്ളം. മോളെ, വിനു മോളെ, നീ ഇറങ്ങി വന്നേ, ദേ അവൻ എത്തി. ഓ, എന്ന് പറഞ്ഞ പിന്നെ പ്രധാനമന്ത്രി അല്ലേ വരുന്നത് ഇറങ്ങി വന്ന് സ്വീകരിക്കാൻ? 10 കാശുണ്ടാക്കാൻ വേണ്ടി പകലന്തിയോളം റോഡിലും ബീച്ചിലും ഡാൻസ് കളിച്ച് മനുഷ്യൻ വയറ് കരിഞ്ഞു വന്നിരിക്കുമ്പോഴാണ് ഓരോ പുതിയ കൂത്ത്. നീ ഒന്ന് പുറത്തേക്ക് വന്നേ മോളെ, നിന്നെ കാണുന്നല്ലേ അവന്റെ സന്തോഷം. എനിക്ക് ഒരുത്തനെയും കാണുകയും വേണ്ട, സന്തോഷിക്കുകയും വേണ്ട. ചേടാ, ഇത് നല്ല കൂത്ത്. ഇതങ്ങോട്ട് കുടിച്ചേ, സിമന്റ് തറ കിടന്നതിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. क्या मैं पी सकता हूँ? തൊട്ടുതാക്കാൻ ഒന്നുമില്ലേ ബാബാ? അകത്തോട്ടില്ലേ, വിനു അകത്തുണ്ട്. കണ്ണൻ അച്ചാറുണ്ടോന്നാ ചോദിച്ചത്. വിനുവിനെ തൊട്ട് എങ്ങനെയാ? എനിക്ക് ചെലവിന് തരാൻ വന്നിരിക്കുന്ന ഒരു കാമദേവൻ. എനിക്ക് കള്ളന്റെ കൊള്ളക്കാരന്റെ ഒന്നും ഒരു ഓശാരവും വേണ്ട. വഴിയരികെ ഡാൻസ് കളിച്ച് തന്നെ ഞാൻ ജീവിച്ചോളാം. ആ ജുഹു ബീച്ചിൽ ഇളനീര് വെക്കുന്ന ഒറ്റക്കാലം പഞ്ചാബി 3 തവണ എനിക്ക് ലവ് ലെറ്റർ തന്നാ. ഒറ്റ പ്രാവശ്യം ഞാൻ മറുപടി കൊടുത്തോ? ഇല്ല. നാളെ ആവട്ടെ, ഐ ലവ് യു ഡാർലിംഗ് എന്ന് എന്നോട് പറഞ്ഞ ഒരു മറുപടി കൊടുക്കണം. നിന്റെ ഒറ്റക്കാലം പഞ്ചാബിയുടെ മറ്റേ കളിഞ്ഞ തല്ലി കുടിക്കും. എന്താ ഇത് കണ്ണേട്ടാ? പറയടി, എന്റെ മുഖത്ത് നോക്കി പറ, ഐ ലവ് യു ഡാർലിംഗ്. പറയടി, ഇല്ലെങ്കിൽ ഇപ്പൊ നിന്നെ देसी दारू दे दो बाबा। हरामजादे, दिमाग खराब हो गया तेरा। चक्कर आता है, छोड़ दो मुझे। ദേ, ഇനി എന്റെ അടുത്തങ്ങനെ വന്നാൽ ഞാൻ ബാബയെ വിളിക്കും. വിളിക്കോ? വിളിക്കും. വിളിക്കടേ. जोर से चिल्लाओ. വിളിക്കേ, വിളിക്കാൻ. क्या होगा? യോ യോ, എന്തു പറ്റി മോളെ? ഏ? എന്തു പറ്റി മോനെ? ഞാനേ അച്ചാറിന്റെ കുപ്പി എടുക്കാൻ കൈ നീട്ടിയപ്പോ നടുവിനൊരു വിളക്കം മസിൽ കയറി. യോ, മോളെ അമൃതനെ എടുത്തേ. വേണ്ട, എടുക്ക്. നീറും. മാറി, ശരിയായി. ഞാൻ പറഞ്ഞില്ലേ, നീ ആ സിമന്റ് തറ കിടന്ന് ഉറങ്ങിട്ടാ. ആ. മോനൊരു കാര്യം ചെയ്യും, പോയി കുളിച്ചേച്ചു വാ, നമുക്ക് ഓരോന്ന് അടിച്ചിട്ട് വല്ലതും കഴിക്കാം. വേണ്ട ബാബാ, എനിക്കിനി ഒന്നും വേണ്ട, കുളിച്ചിട്ട് ഉറങ്ങിയാ മതി. നല്ല ക്ഷീണം. വേണ്ടേ? ആ. എനിക്ക് വേണ്ട. കണ്ണേട്ടാ, ക്യാ? ആ? ഞാൻ ഈ പാടുപെട്ട് ഉണ്ടാക്കിയതൊക്കെ ആർക്ക് കഴിക്കാനാ? നിന്റെ ഒറ്റക്കാലം പഞ്ചാബിക്ക് കൊണ്ട് ബാബാ, യോ.
कन्नन भाई क्या मांगता है? कन्नन भाई किधर है? आओ मेरे साथ. കണ്ണ ആ ഒരാളെ അന്വേഷിക്കുന്നു. ആ ഇവനായിരുന്നോ? നീ എന്തെങ്കിലും എന്നെ തേടി വരുമെന്നറിയായിരുന്നു. सुनो कन्नन, बहुत अर्जेंट काम है. चेकनाके पे नए लोग ड्यूटी पर आए हैं और गाड़ी में पिकअप बहुत कम है, इसलिए तुम्हें कुछ करना होगा प्लीज. करेगा करेगा 10,000 रुपया चाहिए. 10,000? हाँ ये तो बहुत ज्यादा है. ऐसा काम के लिए ये बहुत कम है. വെറുതെ എന്തിനാ നല്ലൊരു പാർട്ടി കളയുന്നത്? എടാ എനിക്ക് നിന്നെ പോലെ അരണയുടെ ബുദ്ധിയല്ല. കഴിഞ്ഞ പ്രാവശ്യം ലോകത്തെങ്ങും കിട്ടാത്ത സ്പെയർ പാർട്സും വാങ്ങിച്ച് ലോകത്തൊരു പോലീസുകാരനും പിടിക്കാത്ത കണ്ടീഷനിലാക്കി ജീവൻ പണയം വെച്ച് ചരക്കുവിന്റെ ഗോഡൌണിൽ കൊണ്ടു കൊടുത്തപ്പോ ഇവനെന്താ പറഞ്ഞ് കച്ചവടം നഷ്ടം അടുത്ത പ്രാവശ്യം ആകട്ടെ എന്ന് ചോദിച്ച കാശായിരുന്നെങ്കിൽ അല്ലെ അവനോട് പോകാൻ പറ. ओ ठीक है नो बार्गेन. 10,000 में कुछ कम नहीं संजय. गाड़ी शाम को चाहिए. തരാം തരാം ജാ ജാ. ला 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 ला. अरे दीवानो मुझे पहचानो लाए दिल वाला मैं हूँ कौन मैं हूँ कौन मैं हूँ कौन. ഡോൺ ഡോൺ ഡോൺ. അരിയാ ഈ കണ്ണാടി വെച്ച നല്ല സ്റ്റൈലായിരിക്കും. പാതിരാത്രി കാണാം കണ്ണാടി വെക്കുന്നത്. സ്റ്റൈൽ के लिए हम जान देओ बाबा. ജയ ബാബാ ജാ ജാ. അപ്പോ എനിക്കൊരു സംശയം. ആ ജഡ്ജി എന്തിനാ എന്നെ വെറുതെ വിട്ടത്? എല്ലാ തെളിവും എനിക്കെതിരല്ലേ? സത്യം നീതുന്ന ഈ രാജ്യത്തിൽ അളിയ കബ് ഊപ്പർ ഗയാ. ഇനി ആ വിധിന്യായത്തിൽ വല്ല അച്ചടി പശു ഉണ്ടോ? ആ എന്തെങ്കിലും ആവട്ടെ. വാ. ഉറങ്ങാൻ പോണെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ഒന്ന് പുറത്തു പോവാ. എങ്ങോട്ട്? ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാം. എന്നാ ഞാനും ഉണ്ട്. എനിക്കാണെങ്കിൽ ഹിന്ദി പറയാൻ പോലും ശരിക്കറിയാൻ പാടില്ല. വേണ്ട എന്റെ പൊന്നു മലയാളം പറഞ്ഞാൽ മതി. ഇംഗ്ലീഷ് പഠിക്കാൻ പ്രായമാകുമ്പോ ഞങ്ങൾ പറയാം. ഞാൻ അരേ ചുപ്. അത് പ്രായപൂർത്തിയവർക്ക് മാത്രം. ആ ബോലോ. നമ്മൾ ഈ പകല് മുഴുവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് രാത്രി ഡാൻസ് പഠിക്കാൻ പോകുന്നത് എന്തിനാ? ആ ചിലരുടെയൊക്കെ വിചാരം നമ്മൾ കൂത്താടാൻ പോവാന്ന. ഒരു കുടുംബവും കുഞ്ഞുകുട്ടി പരാധീനവും ഒക്കെ ആവാൻ പോവല്ലേ. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന തൊഴിൽ കണ്ടില്ലേ, ജീവൻ പണയം വെച്ചിട്ടുള്ളതാ. എന്നാ വല്ല ഡാൻസോ പാട്ടോ ഒക്കെ പഠിച്ച് ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് ഒന്ന് ഉയർത്താമെന്ന് വിചാരിച്ച ആരും സമ്മതിക്കില്ല. കൂലിക്ക് ആളെ വെച്ച് ഇതങ്ങ് ചെയ്യിക്കാൻ മേലെ എന്ന് ചോദിക്കും. അങ്ങനെ ചെയ്താ അവൻ പിണങ്ങിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ കയ്യിലും ഒരു വെടിക്കുള്ള മരുന്ന് വേണമല്ലോ എന്ന് ഓർത്താ ഞാൻ ഈ ഡാൻസ് പഠിക്കാൻ പോകുന്നത്. ഞാൻ ഈ കഷ്ടപ്പെടുന്നത് ആർക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടത് ഞാൻ വേല ചെയ്തുണ്ടാക്കും. ആർക്കാടാ? എന്താ ഈ കാണിക്കുന്ന പേരില്ലേ? വിനു വിനു. എനിക്ക് വേണ്ടി ആരും കഷ്ടപ്പെടണ്ട. അങ്ങനെ ഒരു കുടുംബവും എനിക്ക് വേണ്ട. ഏയ് നിക്കേ, നീ എന്താ പറഞ്ഞേ? ഇങ്ങനത്തെ കൂത്താടികളുമായിട്ടുള്ള ഏർപ്പാട് എനിക്ക് വേണ്ടെന്ന്. അയ്യോ അങ്ങനെ പറയല്ലേ. നമ്മൾ ഒരു കലയെ നിന്ദിക്കാൻ പാടില്ല. ഞാനൊരു ചെറുപ്പക്കാരനല്ലേടി, ചോര നീരമുള്ള ഒരുത്തൻ. നീ അത് തൊടാൻ സമ്മതിക്കല. അതാ ഞാൻ കണ്ടവളുമാരുടെ അടുത്ത് പോകുന്നത്. ഇനിയും പോവും. നീ നാളെ വാ തല്ലാൻ. ഞാൻ ഇനിയും പോവും. ഇപ്പൊ ഞാൻ നിന്നെ തൊട്ടെന്നോ പിടിച്ചെന്നോ വെച്ച് ഒന്നും സംഭവിക്കില്ല, അല്ലേ അപ്പു? നമ്മളിപ്പോ വഴി കൂടെ നടക്കുമ്പോ അബദ്ധത്തിൽ എത്രയോ പേര് നമ്മുടെ ദേഹത്ത് തട്ട് മുട്ടുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? അന്ന് നിന്നെ ആ ഒറ്റക്കാലം കയറി പിടിച്ചപ്പോ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, അല്ലേ? അതൊക്കെ എനിക്കൊരു ഈച്ച വന്നിരിക്കുന്ന പോലെയാ. എന്നാ ഇതും ഒരു ഈച്ച വന്നിരിക്കുന്ന പോലെ കരുതിയാ മതി. ഞാനൊരു ഈച്ചയാ. പുഴുവരിക്കുന്ന പോലെ തോന്നുന്നു. അയ്യോ അത് പുഴുവല്ല, അതാണ് ഈ രോമാഞ്ചം. വിനു